പ്രിയ സെൻസറി ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഒത്തിരി നാളായില്ലേ നമ്മുടെ ആട്ടിൻപിള്ളേരെയൊക്കെ കണ്ടിട്ട്. നമ്മുടെ ആട്ടിൻകുട്ടിക്ക് രണ്ടുപേരല്ല 3 പേര് പോയി കേട്ടോ. വെള്ളയാടിനെയും കുട്ടികളെയും നമ്മൾ കൊടുത്തു. പിന്നെ നമ്മുടെ സിരോയ്ക്ക് വലിയൊരു അക്കിടി പറ്റിയിരിക്കും. എന്താ പറയുക, കാലെടുത്ത് ഇതിൻ്റെ ഇടയ്ക്കിട്ടിട്ട് കാലല്ല കൈ ഒടിഞ്ഞിട്ട് ഇപ്പോൾ 1 മാസത്തോളമായി. പ്ലാസ്റ്റർ ഇട്ടേക്ക് വരുന്നു, ആശുപത്രി കൊണ്ടുപോയി. ഇപ്പം ഇന്ന് ഞങ്ങൾ രണ്ടുകൂടെ പ്ലാസ്റ്റർ എടുക്കാമെന്നുള്ള ഇതിലാണ് ആളുടെ. അതുപോലെ തന്നെ നമ്മുടെ ബ്രൗണിക്ക് നമ്മൾ കൂട്ടത്തിൽ വിട്ടു. ചനയുണ്ടെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അങ്ങനെ ഇപ്പം ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കൂട്ടിൽ. അനുവേട്ടൻ അന്നേരം ഇങ്ങനെ അവളുടെ പ്ലാസ്റ്റർ എടുക്കാനുള്ള ശ്രമത്തിലാണ്. അത് കാല് ചൊറിഞ്ഞ് പൊട്ടിക്കുന്നൊക്കെ ഉണ്ട്. അത് കാലല്ല കൈ. ഈ കമ്പിക്കിടയ്ക്കിട്ട് പിടിച്ച പുൽക്കൂട്ടിനകത്ത് കമ്പിയുണ്ട്. ആ കമ്പിക്കിടയ്ക്കോട്ട് ഇട്ടിട്ട് പിടിച്ചതാണ്. അങ്ങനെ ഓടിഞ്ഞത്. അവൾക്ക് വലിയൊരു അക്കിടിയാണ് പറ്റിപ്പോയത് കേട്ടോ. അവൾ ആദ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നന്നായി പരിചയമുള്ള ആളാണ്. എന്താണെന്നറിയാം, ഞാൻ പറഞ്ഞില്ലേ കുട്ടി ചത്തുപോയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ സിരോഗിയുടെ കുട്ടി ചത്തുപോയി വയറ്റി കിടന്നെന്ന് പറഞ്ഞൊക്കെ വീഡിയോ ചെയ്തില്ലേ. അദ്ദേഹം തന്നെ ഇദ്ദേഹം കേട്ടോ. കുട്ടി വയറ്റി കിടന്ന് ചത്തുപോയി. അത് കഴിഞ്ഞിട്ട് കുട്ടിയെ വയറ്റിൽ നിന്ന് എടുത്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ വന്ന് പിറ്റേ ദിവസം മാച്ചെടുത്ത് കളഞ്ഞു. എന്നിട്ട് ഡോക്ടർ തന്നെ പറഞ്ഞു ഇത് ചത്തുപോത്തേ ഉള്ളൂ, ഇതിനെ കൊടുത്തേക്കാൻ പറഞ്ഞതാണ്. എന്നിട്ട് ഞാൻ എന്തായാലും രക്ഷപ്പെടുത്തി എടുത്തതാണ്. ആളെ മരുന്ന് മന്ത്രമൊക്കെ കൊടുത്ത് രക്ഷപ്പെടുത്തി എടുത്ത് ഇങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത കൈ ഓടിഞ്ഞ ആളുടെ. അവൾക്ക് നല്ല ടൈമാണ്. വളരെ കഷ്ടപ്പെട്ട കേട്ടോ. അത് മുറിച്ചെടുത്ത ആ പ്ലാസ്റ്റർ നമുക്ക് റിമൂവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അത് ആഡ്സോ ബ്ലേഡ് വെച്ചിട്ടിങ്ങനെ കണ്ടിച്ച് എടുക്കുമായിരുന്നു. എടുത്തിപ്പോൾ ചുറ്റഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പിടിക്കാൻ കേട്ടോ. 2 കഴിഞ്ഞ് സക്സസ് ആവുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അവളെ സമ്മതിക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ പ്ലാസ്റ്ററൊക്കെ എടുത്ത് കാണിച്ചതിന് കേട്ടോ. കൈയൊന്ന് എവിടെ അവിടെ ആയിട്ട് അതിനുവേണ്ടി കൈ തൊട്ടതായിട്ടാണ് ഓടിഞ്ഞ് കാണിച്ചതിന് കേട്ടോ. അവിടെ അന്നേ ഡോക്ടർ പറഞ്ഞായിരുന്നു ചെറിയൊരു വളവുമാണ്, അല്ലെങ്കിൽ കമ്പി ഇടണം, കമ്പി ഇട്ടാലേ നേരെ ആവത്തുള്ളൂ. ഇല്ല ചെറിയൊരു വളവുമാണ്. ചെറിയൊരു വളവുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ ആയെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇനി ഇച്ചിരി എന്താ പറയുക മുറിവെണ്ണയൊക്കെ കയ്യെ തൂത്ത് കൊടുത്ത് നോക്കാം. അവർ 15 ദിവസമാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ അതിൽ കൂടുതൽ ദിവസം ഇട്ടിട്ടാണ് എടുത്തത്. ഞാനാണെങ്കിൽ ഉച്ചക്കത്തെ കഞ്ഞോളം ഇരുന്നതിനകത്തോട്ട് ഞാൻ ഓൾറെഡി ഇതിനകത്ത് ഒരു പാത്രം പുഷ്ടിയിട്ട് കേട്ടോ. ഈ ആടിൻ്റെ പെല്ലറ്റില്ലേ, അതേ കൂടെ ഇങ്ങനെ 2 പാത്രം ഇടും. ആദ്യം ഒരു പാത്രം ഇട്ടു, അതിൻ്റെ കൂട്ടത്തിൽ ഒരു പാത്രം കൂടെ, അങ്ങനെ 2 പാത്രം ആടിൻ്റെ പെല്ലറ്റ് ഇങ്ങനെ ഇട്ട് ഉച്ചക്കത്തെ നമ്മൾ കഞ്ഞി ഊറ്റുന്ന കഞ്ഞോളത്തിലോട്ടിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. അവർ 2 പേരെ ഇപ്പോൾ ഉള്ളു കൂട്ടിൽ. കണ്ടല്ലോ നിങ്ങൾ, നമ്മുടെ വെള്ളയൊക്കെ കൊടുത്തു. അപ്പോൾ ഇപ്പം 2 പേരേ ഉള്ളൂ. അപ്പോൾ ഇതുപോലൊരു ചരുവത്തിൽ ഇങ്ങനെ എടുത്ത് 2 പേർക്കൂടെ കൊടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഈ കാൽസ്യം ഉണ്ടല്ലോ, ഈ കാൽസ്യത്തെ കൂടി ഇച്ചിരി ഒഴിക്കും കേട്ടോ. കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ അവിടെ കൈ ഒടിഞ്ഞ് സമയത്ത് അവിടെ നമ്മൾ പ്ലാസ്റ്റർ ഇടാൻ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ നമുക്ക് തന്നതായി കാൽസ്യം. ഡോക്ടർ അവരെഴുതി തന്ന, ആശുപത്രിയിൽ തന്നല്ല കേട്ടോ, അവർ എഴുതി തന്ന അത് നമ്മളിതിനകത്ത് മിക്സ് ചെയ്ത് അവർക്ക് 2 പേർക്കും കൊടുക്കും. 2 പേർക്കും കൊടുക്കും ഇത് മിക്സ് ചെയ്ത്. കാൽസ്യം അല്ലേ, നല്ലതല്ലേ, അതുകൊണ്ട്. പിന്നെ വൈറ്റമിനൊക്കെ ഇവിടെ നമ്മുടെ മൃഗാശുപത്രിയിൽ നിന്ന് തന്നിട്ടുണ്ട്, അത് കൊടുക്കും. അതുപോലെ തന്നെ കാൽസ്യം നമ്മുടെ മൃഗാശുപത്രിയിൽ നിന്ന് ഇടയ്ക്ക് തരും കേട്ടോ, ഞങ്ങളുടെ മൃഗാശുപത്രിയിൽ. ഇതിപ്പോൾ ഞാൻ 2 പാത്രത്തിലായിട്ട് അവർക്ക് 2 പേർക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് കുട്ടിയാടിന് കൊടുക്കും, ഇത് തള്ളയാടിന് കൊടുക്കും. ഇങ്ങനെ ഇവർക്ക് 2 പേർക്കുമായിട്ട് ഇങ്ങനെ കൊടുക്കും. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, മൃഗാശുപത്രിയിൽ നമുക്ക് ഈ വൈറ്റമിൻ്റെ ഒക്കെ ഇത് തരുമെന്ന് പറഞ്ഞത്. ആ വൈറ്റമിന് ഇത് മൃഗാശുപത്രിയിൽ നിന്ന് കിട്ടിയ കാൽസ്യം ഈ കുപ്പിക്കകത്ത് മേടിച്ചുകൊണ്ട് വരുന്നത്. അവിടെ ചെന്ന് അവർ നമ്മൾ ഉണ്ടെന്ന് വിളിച്ച് പറയുമ്പോൾ മൃഗാശുപത്രി ചെന്നാൽ നമ്മളിത് മേടിച്ചുകൊണ്ട് വന്ന് അവർക്കിത് കാടിക്കകത്ത് ചേർത്ത് കൊടുക്കും. മറ്റേ കാൽസ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവളുടെ കൈ ഒടിഞ്ഞപ്പോൾ അവൾക്ക് ഡോക്ടർ കുറിച്ച് തന്ന, പത്തനംതിട്ട മൃഗാശുപത്രിയിലെ ഡോക്ടർ കുറിച്ച് തന്നതാണ്. അങ്ങനെ പ്ലാസ്റ്റർ ഇടാൻ പോയപ്പോൾ നമ്മൾ വാങ്ങിയതാണ്. അപ്പോൾ ഇവരുടെ തീറ്റക്രമമൊക്കെ ഞാനിങ്ങനെ കൊടുക്കുന്നത്. ഞാൻ ഒത്തിരി വാരി വലിച്ചൊന്നും കൊടുക്കത്തില്ല, എനിക്ക് പേടിയാണ് കേട്ടോ. ദഹനക്കേട് വരുമോ എന്നൊക്കെ എനിക്ക് പേടിയാണ്. ഞാൻ കുറേശ്ശെ 2-3 ഈടായിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. കാരണം എൻ്റെ ഒരാട് ദഹനക്കേട് വന്ന് നേരത്തെ ചത്തുപോയായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്, ഇതിന് വല്ല ദഹനക്കേട് വരുമോ എന്നൊക്കെ പേടിയാണ്. അതുകൊണ്ട് ഞാൻ കുറേശ്ശേ കൊടുക്കത്തുള്ളൂ. കൈത്തീറ്റയ്ക്ക് ഇലവർഗ്ഗങ്ങളൊക്കെ ഇഷ്ടം പോലെ കൊടുക്കും. കാടി എടുത്ത് വെച്ചേക്കുന്നതിന് അവിടെ നിന്ന് അലയ്ക്കുന്നത്.
നമ്മുടെ ആടിന്റെ ഇന്നലെ നമ്മൾ പ്ലാസ്റ്റർ എടുത്തില്ല, എന്നപ്പോ ഇന്നലെ അങ്ങ് ഇരുട്ടിയായിരുന്നു, ബാക്കി ഇവിടെ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ടാണ് എന്റെ പ്ലാസ്റ്റർ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വേണ്ട. കാല് ശരിക്കും ആള് കുത്താൻ തുടങ്ങിയിട്ടില്ല, എന്നാലും ഇതായിട്ടായിരിക്കും, കുത്തുന്നൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ മുറുവെണ്ണയൊക്കെ തൂത്ത് കൊടുത്തു. ആളിങ്ങനെ ഉഷാറായിട്ട് നിൽക്കുന്നു, തീറ്റയൊക്കെ തിന്നുന്നു, ഇങ്ങനെ ഉഷാറായിട്ട് ആള് നിൽക്കുക. പിന്നെ ഇതുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ബ്രൗണിയുടെ കാര്യം പറഞ്ഞില്ലേ, ഇവളാ ഞങ്ങളുടെ ബ്രൗണി. ഞങ്ങൾ വീക്കോട്ടയത്ത് കൊണ്ടുപോയാണ് ഇവളെ ക്രോസ് ചെയ്യാൻ കൊണ്ടുപോയത്. വീക്കോട്ടയത്ത് പ്രകാശ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ ഉണ്ട്, ആ പുള്ളിയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടെ കൊണ്ട് ഈ ചനയൊക്കെ പിടിക്കാത്ത ആടുകളെയൊക്കെ അവിടെ പുള്ളിയുടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിർത്തി ഹീറ്റാക്കി നമുക്ക് ക്രോസ് ചെയ്ത് തരും. ഇവളെ ഞാൻ അങ്ങനെ കൊണ്ടത്. ഇവരുടെ ഈ ഇനത്തിൻ്റെയൊക്കെ ആണെങ്കിൽ പാടാണ്, ഹീറ്റ് ആകുന്നൊന്നും എനിക്കറിയത്തില്ല, എനിക്ക് എത്ര വശമല്ല. അതുകൊണ്ട് ഞാൻ ഇവരെയൊക്കെ അവിടെ കൊണ്ട് പുള്ളിയുടെ കൊടുക്കും. പുള്ളി 1 മാസം അവിടെ നിർത്തി ഹീറ്റ് ക്രോസ് ചെയ്ത് ചനയെ കൺഫേം ആക്കി നമുക്ക് തരും. അങ്ങനെയാണ് ചെയ്യുന്നത്. പുള്ളി അത്യാവശ്യം മരുന്നുകളൊക്കെ ആണെങ്കിലും നമുക്കിപ്പോൾ ദഹനക്കേടിനോ എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളുടെയൊക്കെ നമ്മളെന്തെങ്കിലും പറഞ്ഞ് വിളിച്ച് ചോദിച്ചാലും അത്യാവശ്യം മരുന്നുകളൊക്കെ ആണെങ്കിലും ചേട്ടൻ പറഞ്ഞു തരും. അങ്ങനെ അപ്പം ഇന്നത്തെ ഇവരുടെ വിശേഷങ്ങളൊക്കെയുള്ള ഇത്രയൊക്കെ. നിങ്ങൾ ചോദിക്കത്തില്ലേ ഇതിനകത്തിലെ വെള്ളയാട് കുട്ടികളും എന്ത് ചെയ്യുന്നത്? വെള്ളയാടിനെയും കുട്ടികളെ ഞാൻ കൊടുത്തു കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മൂരിക്കിടാവിനെ വിറ്റുപോയി. നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ കാണുന്ന ഒരു ചേട്ടൻ തന്നെയാണ് വന്ന് ഇങ്ങനെ ചാനലിനകത്ത് കണ്ട് ഒക്കെ കാണുന്ന ഒരു ചേട്ടനായിരുന്നു. ആ ചേട്ടനാണ് വന്ന് വാങ്ങിച്ചോണ്ട് പോയി. അപ്പം കിടാവിനെ മേടിക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങളുടെ ചാനലൊക്കെ ഞാൻ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അത് കേട്ടപ്പോൾ. അപ്പം നമ്മുടെ മൂരിക്കിടാവിനെ വിറ്റുപോയി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോകളാണ്, ഞാൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ആടും കോഴി പശു വീട്ടുകാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകളാണ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.